ആത്മവിശ്വാസത്തോടെ എൻഗ്ലക്സ് ആർ എൻ പാസ്സാകുവാൻ ഒരേ ഒരു വാക്ക് ആപ്പിൾ ആർ എൻ ക്ലാസ്സസ്. നിങ്ങളെയൊക്കെ ഇനി വലിയ സിനിമാ സ്ക്രീനുകളിൽ നിറഞ്ഞു കാണാൻ സാധിക്കട്ടെ. സിനിമയിലുണ്ടായിരുന്നു വീണ 3 സെക്കൻഡ് സെക്കൻഡ് ഹീറോ ആയിരുന്നു. സെക്കൻഡ് ഹീറോയിൻ ആയിരുന്നു. ശരി മകനെ പോട്ടടാ. ഇല്ല ചോദിച്ചു വാങ്ങിച്ചു. വീണ മാരീഡ് അല്ലല്ലോ. മാരീഡ് അല്ലെന്നോ? അല്ലേ? 5.5 മാസം ഗർഭിണി. അത് ഗ്യാസ് അല്ല. മാരീഡ് അല്ല, പക്ഷെ ഇത് വിവാദമാക്കും കേട്ടോ, ഇത് നിങ്ങൾ വിവാദമാക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ അറിയാതെ ചോദിച്ചതാണ്, എന്നെ ഏറി കയറ്റരുത്, എന്നെ പട്ടമാക്കരുത്. അതെ, കുറച്ചാളായതേ ഉള്ളൂ ഇങ്ങോട്ട് തിരിച്ചിറങ്ങിയിട്ട്. എനിക്ക് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ഹൊറർ കോമഡി ചെയ്യണമെന്ന്. സാധാരണ കോമഡി ചെയ്ത് ഹൊററായി പോവാ. ഞാൻ കുറച്ച് ടെൻഷനായിരുന്നു, ഇവരോടൊക്കെ അഭിനയിക്കണമല്ലോ. സത്യം. ശരിയാ, പ്രേമത്തിന് ശാരദയാണല്ലോ. പദങ്ങളിൽ നൃത്തമാടിടും. പക്ഷെ സത്യത്തിൽ നമ്മളിങ്ങനെ ഹൊറർ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലും അനുഭവങ്ങൾ അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുമെന്ന് പറയും. എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ലൈഫിൽ എനിക്ക് 1-2 പ്രാവശ്യമൊക്കെ അത് എന്താ ചിലപ്പോ ഉദ്ദേശിച്ചത്? ഭാര്യയെ പ്രേതമായി കണ്ടിട്ടുണ്ടോ എന്നുള്ള കമന്റ് നിരോധിച്ചിരിക്കുന്നു. നിന്നെ കണ്ടതല്ല, അയ്യോ അത് വേറെ. എനിക്കൊക്കെ പാടാൻ പറ്റുമോ? വീണ ജസ്റ്റ് ഒന്ന് പാടിയാൽ മതി, നമുക്ക് വരച്ചൊക്കെ എടുത്ത് റെഡിയാക്കി എടുക്കും. ആണോ? നമ്മളൊക്കെ പാടിയ വരയ്ക്കുന്നവന് ഇച്ചിരി ഇത് ഞാൻ പോകുന്നു. ഞങ്ങള് പറഞ്ഞു തരുമ്പോ ഞങ്ങക്ക് വരയ്ക്കാനും അറിയില്ല, പാടാനും അറിയില്ല. ഞങ്ങൾ പറയും യൂസ്ലെസ് ആണ്. അല്ല, ഞാൻ വരയ്ക്കും. ഓ, വരയ്ക്കും, ഞാൻ വരയ്ക്കും. പക്ഷെ എനിക്ക് അതില്ല. ഞങ്ങൾ ഒരുമിച്ചിരുന്നായിരിക്കും എഴുതുന്നത്. അപ്പൊ എഴുതി വരുമ്പോഴത്തേക്കും ചേട്ടൻ ഇങ്ങനെ എന്തെങ്കിലും കൗണ്ടർ കുറച്ചുകൂടെ ഗ്രോ അപ്പ് മാൻ, അന്ന് നീ എഴുത് ഇങ്ങനെ പറഞ്ഞങ്ങ് തുടങ്ങി. എന്നാ അവളോട്ട് എഴുതു, അതും ഇല്ല. മെച്ചുവേർഡ് പ്രണയമായിരുന്നു. പ്രണയം തന്നെയായിരുന്നു. അതെ, അടിപൊളി. ഭാവിയിൽ പുള്ളിക്കാരത്തെയും കാണാൻ പറ്റും, മീശയൊക്കെ പിരിച്ച്. ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ ഷോ. ഇപ്പൊ ജസ്റ്റ് ഫോർ ഹൊറർ എന്ന് പറയുന്ന യൂട്യൂബിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വെബ് സീരീസ് വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നു വിദുർ പ്രതാപ്, ദീപ്തി വിദുർ പ്രതാപ് ആൻഡ് ശ്രീകാന്ത് വെട്ടിയാർ. വെൽക്കം ടു ദ ഷോ. ഇവർ രണ്ടുപേരും നമുക്കൊക്കെ ഒരു ഭീഷണിയാവുന്നുണ്ടോ ശ്രീകാന്തേ? കാരണം ഇവര് പാട്ട് പാടുന്നു, ഡാൻസ് കളിക്കുന്നു, അറിയാവുന്ന എല്ലാ പരിപാടിയും, ഇപ്പൊ അഭിനയോ. അതെ, അതിലായാലും ഒരെണ്ണമുണ്ട്. അതായത് ഡാൻസ് കളിക്കുന്നത് ഞാൻ ജീവിക്കാൻ വേണ്ടി കളിക്കുന്നു, അറിഞ്ഞിട്ട് കളിക്കുന്നില്ല. പക്ഷെ എന്താണെങ്കിലും ഒപ്പിക്കുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് അതും പറ്റുന്നില്ല. ചേട്ടൻ മറ്റേ മീശവാദനത്തിൽ പറയുന്ന പോലെ വക്കീലുമാർക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റെന്തൊക്കെ പണി ഇറങ്ങിക്കൊണ്ട് വരും. അതാണ് ഈ ജസ്റ്റ് ഫോർ ഹൊററിന്റെ ആദ്യത്തെ എപ്പിസോഡ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താ അറിയോ സാറ്, നമ്മള് പണ്ട് ദൃശ്യത്തില് മീനനെയൊക്കെ കളിയാക്കൂലായിരുന്നു. അതായത് ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോഴും നല്ല മേക്കപ്പിൽ വരുന്നെന്ന്. പക്ഷേ അതാണ് ഉറക്കത്തിന് എഴുന്നേറ്റ് വരുന്നത് എന്ത് ഫ്രഷ് ആയിട്ടാ. എനിക്ക് കൊതിയാവണം അങ്ങനെയൊക്കെ. അങ്ങനെയല്ലേ? പക്ഷെ ബാലൻസ് ചെയ്യാൻ ഞാനുണ്ടായിരുന്നു. അത് കറക്റ്റ് ആട്ടോ. അല്ല, വീട്ടിൽ അങ്ങനെ ശരിയാ. അതൊരുമാതിരി മറ്റേ കോഴി ഇങ്ങനെ കൊടഞ്ഞിട്ട് ഇങ്ങനെ വരില്ലേ, അപ്പൊ ഇങ്ങനെ മൊത്തം നിൽക്കുന്നത് ആ ഒരു സാധനം എനിക്ക് വരുന്നുണ്ടായിരുന്നു. ബാലൻസ് ചെയ്ത് പോയാ പോരെ, അത് മതിയല്ലോ. അല്ല, പക്ഷെ എന്നോട് ദീപ്തിയെ കുറിച്ച്, ദീപ്തിയുടെ ഭയങ്കര ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള അനു പറഞ്ഞിട്ടുണ്ട്, ഈ ദീപ്തി മേക്കപ്പ് ചെയ്യുന്ന കണ്ടോണ്ടിരിക്കുക എന്ത് രസമാണെന്നറിയോ, ഭയങ്കര നാച്ചുറൽ ആയിട്ടേ ഫീൽ ചെയ്യുള്ളൂ എന്ന്. അതാണ് അവൾ ചെയ്ത് ഓവറാക്കാറുണ്ട് സ്വയം. അതാണ് പറഞ്ഞു ഓവറാക്കിയോ എന്നുള്ളതാണ്. അങ്ങനെ ശ്രീകാന്ത് എങ്ങനെയാ ആക്ച്വലി ഇവരിലേക്ക്? അല്ല, ഞാനും മേക്കപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അല്ല, ഇവര് രണ്ടുപേരിലേക്ക് ശ്രീകാന്ത് എങ്ങനെ എത്തപ്പെട്ടു? ഭയങ്കര എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ജോണേഴ്സ് ആണല്ലോ നിലവിൽ നമ്മൾ നോക്കി കഴിയുമ്പോൾ. അതെ, എന്നെ വിളിച്ചത് ഡയറക്ടർ ആദർശനാണ് ഇങ്ങനെ ഇതുണ്ടെന്ന്. പിന്നെ ഇവരുടെ ഇതായപ്പോ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ അങ്ങനെ ജോയിൻ ചെയ്തു. ഞങ്ങളെ വിളിച്ചത് ആദർശ് എന്ന് പറയുന്നത് ഡയറക്ഷൻ എല്ലാം ആദർശാണ്. അപ്പൊ ആദർശ് എന്റെ സ്കൂൾ മേറ്റ് ആണ്. അപ്പൊ ഈ ചാനൽ അവരും എന്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പൊ അവനിങ്ങനെ എന്റെ അടുത്ത് പറഞ്ഞു, അപ്പൊ എനിക്ക് ഹൊറർ കോമഡി ഒരെണ്ണം ചെയ്യണം എന്നുണ്ടായിരുന്നു. ഞാനിങ്ങനെ അവന്റെ അടുത്ത് ചോദിച്ചപ്പോ നല്ലൊരു സ്ക്രിപ്റ്റ് ആയിട്ട് അവൻ എഴുതി കൊണ്ടുവന്നു. അങ്ങനെ പ്ലാൻ ചെയ്ത് 5 ദിവസം കൊണ്ട് നമ്മൾ പരിപാടി തീർത്തോ? എത്ര എപ്പിസോഡ് ഉണ്ട്? നമ്മൾ നല്ല ആക്ടേഴ്സ് ആയതുകൊണ്ട് റീച്ചേക്ക് ഒന്നും എടുത്തതേ
ഫിലിമിൽ വല്ല ഷൂട്ട് ചെയ്തിരുന്നെങ്കിൽ ആദർശേട്ടൻ പകുതിക്ക് ഷൂട്ട് നിർത്തിയിട്ട് പോയല്ലേ. എനിക്ക് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ഹൊറർ കോമഡി ചെയ്യണമെന്ന്. കാരണം കോമഡി ചെയ്ത് ഹൊററായി പോവാറ് സാധാരണ അതാ ചെയ്യാ. ഞങ്ങള് നല്ല എളിമയും വിനയുള്ള കൂട്ടത്തില്. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വന്നത്. വന്നപ്പോ തന്നെ അവിടെ എത്തിയപ്പം ഞാൻ കുറച്ച് ടെൻഷൻ ആയിരുന്നു, ഇവരോടൊക്കെ അഭിനയിക്കണമല്ലോ. സത്യം. അപ്പൊ ശരിയാ, പ്രേമക്കൊരു ശാരദയാണ്. അവിടെ എത്തിയപ്പോ തന്നെ ഒരു ഹൊറർ മൂഡാണ് ശരിക്കും. ഞാൻ ആ ക്ലോക്ക് കണ്ടപ്പോഴേ ഇവര് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ വന്നത്. വന്നപ്പോ തന്നെ കണ്ടപ്പോ തന്നെ എനിക്ക് പേടിയായി. നടക്ക് വലിയൊരു ക്ലോക്കും. അത് കറക്റ്റ് അതിന് പറ്റുന്ന ഒരു ക്ലോക്ക് ആയിരുന്നു. ഇങ്ങനെ മറ്റേ ഡെവിൾസ് അത് കാണുമ്പോ തന്നെ നമുക്കൊരു ഹൊറർ ഒരു ഫീൽ ഉണ്ടായിരുന്നു അവിടെ വരുമ്പോ. ഇനി ശരിക്കും ഇവിടെ പ്രേതം ഉണ്ടോ എന്നുള്ള ഒരു. പക്ഷെ സത്യത്തിൽ നമ്മളിങ്ങനെ ഹൊറർ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലും അനുഭവങ്ങൾ അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവും എന്ന് പറയും. എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഡയറക്ടർ ഹൊറർ ആയതല്ലാതെ? ഡയറക്ടർ ഹൊറർ ആയതല്ലാതെ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ ലൈഫിൽ ഉണ്ടാവാറുണ്ടല്ലോ. ഉണ്ടാവും. ആ ലൈഫിൽ എനിക്ക് 1-2 പ്രാവശ്യമൊക്കെ അത് ചിലപ്പോ ഇല്ല ഭാര്യയെ പ്രേതമായി കണ്ടിട്ടുണ്ടോ എന്നുള്ള കമന്റ് നിരോധിച്ചിരിക്കുന്നു. നിന്നെ കണ്ടതല്ല, അയ്യോ അത് വേറെ. ഇതല്ലാതെ നമ്മൾ ഒത്തിരി ട്രാവൽ ചെയ്യുന്നവരാണല്ലോ. അപ്പൊ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോ എനിക്കിങ്ങനെ ചിലപ്പോ 1-2 സ്ഥലങ്ങളിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. എപ്പോഴും അങ്ങനെ കാണുന്ന നല്ല ഒരിക്കൽ ഞാൻ ശരിക്കും കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മളത് കിടന്ന് ഉറങ്ങി എണീറ്റിങ്ങനെ കഴിഞ്ഞ് ഞാൻ ശരിക്കും ഒരു വെള്ള രൂപം, വെള്ള താടി ഒക്കെ വെച്ചിട്ട് ഒരാൾ ആ കസേരയിൽ ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ കറക്റ്റ് കണ്ടു. എന്നിട്ട് ഞാനത് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല അത്. താടിയുള്ള പ്രേതം. ആ താടിയുള്ള വയസ്സായി താടിയുള്ളവർ മരിച്ചു കഴിയുമ്പോൾ പ്രേതമാകുമ്പോ താടി കാണുമോ? ഷേവ് ചെയ്തിട്ട് വരാൻ പറ്റില്ല. അവിടെ ബാർബർ ഷോപ്പ് ഉണ്ടോ ഒന്നും അറിയില്ല. എന്നിട്ട് എവിടെയാ ചേർന്നത് സ്ഥലം ഞാൻ ഓർക്കുന്നില്ല. കേരളത്തിൽ തന്നെ പ്രോഗ്രാമിന് പോയപ്പോ അപ്പൊ ഓർഗനൈസർ ആയിരിക്കും പ്രേതമായിട്ട് വന്നായിരിക്കും പൈസ. അല്ല എന്നിട്ടോ ഇങ്ങനെ ഞാനിങ്ങനെ എണീറ്റു ഇങ്ങനെ കണ്ടു. പക്ഷെ ഞാൻ ഭയങ്കര കൂളായിരുന്നു. അങ്ങനെ വലിയ ബഹളം വെച്ച് ചാടി എണീറ്റ് ഇതൊക്കെ ഒന്നുമല്ല. ലൈറ്റ് ഇട്ടപ്പോ അതങ്ങ് പോയി. പിന്നെ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്ത് നോക്കിയപ്പോൾ അവിടെ ഇല്ല. പക്ഷെ ആദ്യത്തത് ഞാൻ എൻ്റെ ഉപബോധ മനസ്സിൽ കണ്ടതാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ശരിക്കും ഒരു വെള്ള രൂപം ഇങ്ങനെ അങ്ങനെ ഒറ്റപ്പെട്ട 1-2 സംഭവങ്ങൾ എനിക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾക്ക് ആർക്കും ഇങ്ങനത്തെ ഒരു കഥ പറയാനുണ്ടോ? ഇങ്ങനെ കാര്യങ്ങളൊന്നും വിശ്വസിക്കാത്തോണ്ടാണ് പ്രേതം. അല്ല അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല, സത്യത്തിൽ കണ്ടിട്ടില്ല. ഇല്ല അല്ലേ? കാണാൻ പോയിട്ടില്ല. അല്ല ഞാൻ വൈകിട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ എല്ലാ പരിപാടികൾ പുറത്തൊക്കെ പോകാറുണ്ട്. പക്ഷെ ഞാൻ ഇന്നുവരെ നാട്ടിലും കണ്ടിട്ടില്ല പ്രേതങ്ങളെ. അല്ല ഇത് കേരളത്തിൽ തന്നെ. ഞാൻ സൗദി പോയപ്പോ കണ്ടിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ല പ്രേതങ്ങളെ. അല്ലെങ്കിൽ രസമല്ലേ പക്ഷേ കോൺസെപ്റ്റ്, പ്രേതം വരുന്നു പാട്ട് പാടുന്നു, അങ്ങനെ ഒരു രസമാണ്. അല്ല ഇത് ഞാൻ വിശ്വസിക്കുന്ന ആളൊന്നും അല്ല. പക്ഷെ കണ്ടത് ചോദിക്കുമ്പോ പറയാം. ഈ റിയാലിറ്റി ഷോകളിൽ ഇരുന്ന് അടിക്കുന്ന തഗ്ഗുകളൊക്കെ പുറകിൽ നിന്ന് ആരോ പറഞ്ഞു തരുന്നതാണെന്നുള്ളൊരു കിംവദന്തി ഉണ്ട്. സത്യമാണോ? അല്ല, ആ കിംവദന്തിയെ തല്ലിക്കൊല്ലണം. അതപ്പൊ തന്നെ പറയുന്നത്. അതെ, അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാ ജഡ്ജസിനും ഈക്വൽ ആയിട്ടുള്ള തഗ് തരണം. അപ്പൊ ഒരാൾക്ക് 2 കൊടുത്താൽ മറ്റേക്ക് 2 കൊടുക്കണം. കേൾക്കുമ്പോ അറിയാൻ പറ്റും. അത് സ്പോട്ടിൽ അടിക്കുന്ന കൗണ്ടറുകൾ നമുക്ക് അറിയാൻ പറ്റും. എഴുതി വെച്ച് ഈ 4 പ്രാവശ്യം ഒരു കൗണ്ടർ ആരും പറഞ്ഞു തന്നു നോക്ക്. 5ാമത് പറയുന്നത് കേൾക്കുമ്പോ അറിയാം. നമ്മളെ ഇതും പോകും. അപ്പൊ ഇതൊരു ഭയങ്കര കോമ്പറ്റീഷൻ ഐറ്റമായിട്ട് നിങ്ങൾക്ക് ജഡ്ജസിന് തോന്നാറുണ്ടോ? ആ സമയത്ത് ഞാൻ പറഞ്ഞില്ല, ആ സമയത്ത് 4 വളരെ തിക് ഫ്രണ്ട്സ്, വർഷങ്ങളായിട്ട് അറിയാവുന്ന 4 പേരിരുന്ന് അങ്ങ് സംസാരിക്കുമ്പോ അത് പിന്നെ അതിന്റെ ഡയറക്ടർ അൻരൂപിന് ഒരു പ്രത്യേക കൈയടി കൊടുത്തേ പറ്റുള്ളൂ. പുള്ളി ഇങ്ങനെ ഫുൾ ഫ്രീഡം തരുന്ന നിങ്ങളുടെ 4 പേര് ആ ഫ്രണ്ട്ഷിപ്പ് സെലിബ്രേറ്റ് ചെയ്യൂ എന്നുള്ള രീതിയിൽ. അപ്പൊ നമ്മൾ പരസ്പരം ഒരു അളവുണ്ടായിരുന്നില്ല ആരെ എത്ര കളിയാക്കണം, നമുക്ക് എങ്ങനെ ഏതറ്റം വരെ പോവാം. അപ്പൊ അങ്ങനെ വന്നപ്പോ ഇൻഹിബിഷൻ ഇല്ലാതെ സംസാരിച്ചു. അപ്പൊ നമ്മൾ പിള്ളേരെ കളിയാക്കുന്നു, നമ്മൾ പരസ്പരം കളിയാക്കുന്നു. അങ്ങനെ വന്ന് പോയപ്പോഴാണ് ഈ പറഞ്ഞ പോലെ തഗ് എന്ന് പറഞ്ഞ വാക്ക് തന്നെ നമ്മൾ കേട്ടു തുടങ്ങിയത്. ഓക്കെ, അങ്ങനെ ഉണ്ടല്ലേ, അതായിരുന്നു ഒരു തുടക്കം. ഒരു കാര്യം പറയട്ടെ, നമ്മള് പറയില്ലേ ഡാൻസ് എന്നൊക്കെ പറയുന്ന സാധനം നമുക്ക് ആർക്ക് വേണമെങ്കിലും പഠിച്ചെടുക്കാം. ഇപ്പൊ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ ഡാൻസ് പഠിച്ചെടുക്കാൻ പറ്റും. പക്ഷെ പാട്ട് പാടണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ തലകുത്തി നിന്നാലും നടക്കൂല എന്നുള്ളത് അത് സത്യല്ലേടാ. ശരിയാണെന്ന് തോന്നുന്നില്ല. ഡാൻസ് നല്ല ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാലും ഡാൻസ് ഭയങ്കരമായിട്ടുള്ള അതെ, ഈ 10-35 വയസ്സാവണ വരെ ഇങ്ങനെ ഇരിക്കരുതായിരുന്നു, ചെറുപ്പത്തിലേ പഠിക്കണമായിരുന്നു. അറിയാം, നമുക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത്. ബേസിക്കലി താളം വേണമല്ലോ. താളം വേണം.
താളം വേണം. നമ്മൾ ചെയ്യുമ്പോ ഒരു രസം കാണുമ്പോ അത് ചുമ്മാ തുടങ്ങനെ കാണിക്കാം, അല്ല കാണുമ്പോ ഒരു രസം വേണം. ശ്രീകാന്തിന്റെ വീഡിയോ തന്നെ ഉണ്ടല്ലോ അതെ, അത് കണ്ടിട്ടാ ഞാൻ പറഞ്ഞത് രസം വേണം. പക്ഷെ ഒരു മൂൺ വാക്കൊക്കെ ചെയ്തു. അല്ല ഞാൻ പറഞ്ഞു അതേപോലെ ഫണ്ടിന് കാണിക്കുന്നത്. നമുക്ക് തന്നെ കുറച്ചുകൂടെ ഇപ്പൊ സിനിമയിലൊക്കെ ഡാൻസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ പറഞ്ഞ എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ പറഞ്ഞതിനകത്ത് ലൈവ് സിംഗിങ് പോസിബിൾ അല്ല, അതിനൊരു ഇൻബോൺ ടാലന്റ് വേണം. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു റെക്കോർഡിംഗ് ടെക്നോളജി അത്രയും വലുതായി. ഇപ്പൊ എത്രയോ പേര് എനിക്കൊക്കെ പാടാൻ പറ്റുമോ? പിന്നെന്താ, ശരിക്കും അതൊക്കെ പറ്റുമല്ലോ, കുറച്ചൊക്കെ മാറ്റിയെടുക്കാം പ്രശ്നങ്ങൾ. അല്ല ഇതുണ്ടല്ലോ, ഞാൻ വോയിസ് നമ്മുടെ ഇതിന്റെ സാമ്പിൾസ് വെച്ചിട്ട് വോയിസിന്റെ ടെക്സ്ചർ വെച്ചിട്ട് പാട്ട് ഫുൾ സോങ് ഇങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് വിഷമം വരിക. അപ്പൊ ഞാൻ പാട്ടും കൂടെ പാടി വീണ ജസ്റ്റ് ഒന്ന് പാടിയാൽ മതി, നമുക്ക് വരച്ചൊക്കെ എടുത്ത് റെഡിയാക്കി എടുക്കും. പിന്നെ ആർക്കും പാടാം. പക്ഷെ അത് ലൈവില് അത് അടിക്കും. നമ്മൾ പോകുമ്പോ നേരെ പാടിയില്ലെങ്കിൽ കറക്റ്റ് ആയിട്ട്, പ്രത്യേകിച്ച് ഒന്നാമത്തെ ഇപ്പോഴെന്ന് പിള്ളേരൊക്കെ ഭയങ്കര ഷാളൊക്കെ പാടിയാ വരയ്ക്കുന്നതിന് ഇച്ചിരി അതെ, എനിക്ക് അസൂയാണ് പാട്ട് പാടുന്നവരോട്. പാട്ട് പാടുന്നില്ലേ, എനിക്ക് ശരിക്കും ഉണ്ട്. കാരണം ഒരിക്കലും നമ്മളങ്ങനെ നടക്കില്ല അത്. കാരണം ഇത് മറ്റേത് പറഞ്ഞ ഓക്കെയാണ്, ഈ ഡാൻസ് ഡ്രോയിങ് ഒക്കെ ഒരു പരിധി വരെ നമുക്ക് ഇപ്പൊ കുറെ ഒപ്പിച്ചെടുക്കാൻ പറ്റും, എന്തെങ്കിലും നോക്കിയിട്ടെ അതിന്റെ ടെക്നിക്സ് ഉപയോഗിച്ച് കുറെ സാധനങ്ങൾ വരയ്ക്കാൻ പറ്റും. പക്ഷെ പാട്ട് ഒരിക്കലും നടക്കില്ല. ഞങ്ങള് പറഞ്ഞു തരുമ്പോ ഞങ്ങൾക്ക് വരയ്ക്കാനും അറിയില്ല, പാടാനും അറിയില്ല. ഞങ്ങൾ ഞാൻ വരയ്ക്കും, ഞാൻ വരയ്ക്കും. പക്ഷെ ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷെ ഞാൻ ആളുകളൊക്കെ വരയ്ക്കും. ഗൾഫിലൊക്കെ നിൽക്കുന്ന ആളുകളൊക്കെ വരച്ച് ഞാൻ കൊടുക്കുമായിരുന്നു ഫേസ് ഒക്കെ. ഇപ്പൊ എപ്പോഴും തോന്നിയിട്ടുണ്ടോ ശ്രീകാന്തിനേക്കാൾ ബ്രാൻഡ് വാല്യൂ അമ്മയ്ക്കാണെന്ന്? അത് എപ്പോ എനിക്കറിയാലോ. അമ്മ എങ്ങനെങ്കിലും സ്റ്റാർ ആക്കിട്ട് വേണം പണിക്ക് പോകുന്നത്. എഴുത്ത് മാത്രം. അതെ അതെ, അങ്ങനെ എഴുത്താണ് കുറച്ചുകൂടെ, എഴുത്തും ഡയറക്ഷൻ പരിപാടിയാണ് കുറച്ചുകൂടെ. അമ്മ മൂവി ചെയ്തല്ലോ അല്ലേ? അമ്മ ഇപ്പൊ ആലപ്പുഴ ജിംഖാനയിലുണ്ടായിരുന്നു, പിന്നെ സുമതി വളവ്, അങ്ങനെ കുറച്ച് അമ്മയും ചെയ്തു. സുമതി വളവ് വെരി ഗുഡ് വെരി ഗുഡ്. ഇപ്പൊ ജസ്റ്റ് ഫോർ ഹൊറർ കൈൻഡ് ഓഫ് ഒരു സിനിമ പോലെയൊക്കെ തന്നെ ചെയ്ത ആണല്ലോ. നിങ്ങൾ രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് സിനിമയിലേക്ക് വിളിച്ചാൽ പോകുമോ? സിനിമയിലേക്ക് വിളിച്ചാൽ പോയാകൊന്നുമില്ല. ഞാനൊരെണ്ണം ചെയ്തു, ഒരു ജാതി ജാതകം ചെയ്തു. പോയൊന്നുമില്ല. നമുക്കൊരു മെയിൻ ഒരു തൊഴിലുണ്ട്, അപ്പൊ അത് സ്ട്രോങ് ആയിട്ട് തന്നെ മുമ്പോട്ട് പോകും. പിന്നെ ഈ പറഞ്ഞ പോലെ നല്ല നല്ല സംഭവങ്ങളൊക്കെ എനിക്ക് പറ്റുന്നതെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ പോയി ചെയ്യുന്നതിന് തെറ്റില്ല എന്ന് തോന്നുന്നു. ആൾക്കാരെ തെറി വിളിക്കുന്നത് വരെ. അങ്ങനെ സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? ഇനിയാണെങ്കിലും വളരെ ആക്റ്റീവായിട്ട് സിനിമയിലേക്ക് ഇറങ്ങണമെന്ന് ആഗ്രഹമുണ്ടോ? എന്താണെന്നറിയോ, ഇതുപോലും പ്ലാൻ ചെയ്ത് സംഭവിച്ചൊന്നും അല്ല. അപ്പൊ ഞാനൊരു പ്ലാനൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും വന്നില്ലെങ്കിൽ. പക്ഷെ അതല്ല കേട്ടോ, നമ്മള് ട്രാവലിംഗ് ആയിരുന്ന സമയത്ത് തന്നെ 1-2 ഓഫേഴ്സ് വന്നിരുന്നു. പക്ഷെ ആ സമയത്ത് ട്രാവലിംഗ് ആയിരുന്നത് കൊണ്ട് ചെയ്യാൻ പറ്റാഞ്ഞതാണ്. 24 മണിക്കൂർ പോരാ ആക്ച്വലി. ദീപ്തിയുടെ മൊത്തത്തിൽ എടുത്ത് നോക്കുമ്പോ ബാൻഡിന്റെ കാര്യങ്ങള്, വീട്ടിലെ കാര്യങ്ങള്, സ്കെച്ച്, അത് ഇത് ചപ്പ് ചവറ, അവളെ എപ്പോഴും ഇരുത്തിക്കൊണ്ട് പറയുന്നതല്ല, ത്രൂ ഔട്ട് എന്തെങ്കിലും ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് ചില സമയത്ത് ഈ ഓവർവെൽഡ് ആകുമ്പോഴത്തേക്കും ഈ വർക്ക് എല്ലാം നമ്മൾ, കാരണം കമ്മ്യൂണിക്കേഷൻ എല്ലാം വാട്സാപ്പ് അല്ലെങ്കിൽ ഇമെയിൽ അങ്ങനെ ആയിരിക്കും പോകുന്നത്. ഇപ്പൊ നമ്മൾ ക്രിയേറ്റീവ്സ് ചെയ്യാനാണെങ്കിലും എന്തെങ്കിലും നോട്ട് ചെയ്ത് വെക്കാനാണെങ്കിലും ആരും ഇപ്പൊ പേപ്പറും പേന എല്ലാം ഫോണിലാ. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഇപ്പം എന്തെങ്കിലും വന്ന് സംസാരിക്കുമ്പം ചിലപ്പോൾ ഞാൻ ഈ എന്തെങ്കിലും ഒരു സാധനം ഓർത്ത് നമ്മളങ്ങനെ നോട്ട് ചെയ്ത് ഇങ്ങനെ എഴുതി വരികയായിരിക്കും. സ്റ്റേജിലെ കാര്യമായിരിക്കും, ഓക്കെ ഇന്ന സാധനത്തിന് ഇന്ന ഇത് വരണം എന്നൊക്കെ ഉള്ളത് ആലോചിച്ച് ഇങ്ങനെ നോട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വിളിച്ചിടം പറയുമ്പോൾ ചിലപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പം ഞാനിവിടെ ഗെയിം കളിക്കുകയല്ല എന്ന് പറയുന്നു. അപ്പം അതാണ് ചെറുതായിട്ട് ആ ഒരു അവസ്ഥയുണ്ട്. ഈ പറഞ്ഞ കണക്ക് ഓഫേഴ്സ് വന്നാൽ ഞാനും പറഞ്ഞിട്ടുണ്ട്, നല്ല ഓഫേഴ്സ് ആണെങ്കിൽ ചെയ്യുക. പിന്നെ തീർച്ചയായിട്ടും അതിന് നല്ലതാണെങ്കിൽ ഈ ഒരേ ജനറേഷനിൽപ്പെട്ട ആൾക്കാർക്കൊക്കെ അഭിനയിപ്പിക്കാനൊക്കെ നല്ല എളുപ്പമാണ്. അപ്പൊ ഒരേ പ്രായക്കാരാകുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി തീർക്കാന്ന് വെക്കാം. പക്ഷെ അമ്മേനെ അഭിനയിപ്പിക്കാന്ന് പറയുന്നത് കളിയൽ. ഷൂട്ട് സമയത്ത് അമ്മ അഭിനയിച്ച് കുറെ കഴിയുമ്പോ എനിക്ക് ചെറുതായിട്ട് ദേഷ്യം കയറി വരും. നമ്മൾ അതായത് ദേഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അതൊരു ക്രിയേറ്റീവ് ദേഷ്യമാണ്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വരാതെ വരുമ്പോൾ നമുക്കുണ്ടാവുന്ന, ഇപ്പം വീണ ഇന്റർവ്യൂ എടുക്കുമ്പോൾ നമുക്കൊരു ഇതുണ്ടായിരിക്കും, അതിങ്ങനെ വന്നാൽ നന്നായിരിക്കും. അപ്പൊ ആ രീതി വരാതെ വരുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവുമല്ലോ, ഒരു അമർഷം. അത് അമർഷമായിട്ട് ചില അത് ഷൂട്ട് വരാതെ കാണത്തുള്ളൂ. പക്ഷെ സത്യം പറയാലോ, ശ്രീകാന്തിനേക്കാളും വൃത്തിയായിട്ട് അഭിനയിക്കണ അമ്മയോ. അത് സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോ പ്രഷറാണ്, എനിക്കിപ്പോ അഭിനയിക്കാൻ പറ്റുന്നില്ല. ഞാനിത് എങ്ങനെ നന്നാക്കുമെന്നുള്ള അമ്മയുടേത് ഇതുവരെ കാണാത്ത രീതിയിലുള്ള
ഒന്നിനെയും ഒരു മൈൻഡ് ചെയ്യാത്ത അമ്മയുടെ ആയിട്ടുള്ള ഒരു ഡയലോഗ് ഡെലിവറി ഉണ്ട്, ഒരു ഡയലോഗ് ഡെലിവറി ഉണ്ട് അമ്മയ്ക്ക്. അപ്പൊ അമ്മ പറയുന്നതും അപ്പൊ ശ്രീകാന്തിനെ താറ്റുന്നത് പോലും നമുക്ക് ഭയങ്കരമായിട്ട് ചെയ്യും. തഗ് അമ്മയാണ്. അപ്പൊ ഭയങ്കരമായിട്ട് നമുക്ക് ശരിക്കും ചിരി വരും അമ്മയെ കാണുമ്പോഴേ നമുക്ക്. പിന്നെ ശ്രീകാന്ത് ഉണ്ടല്ലോ, ആ അമ്മയായിട്ട് എന്തൊക്കെ വേഷം, ഒരു റീല് വന്നായിരുന്നു, മമ്മൂട്ടി ഓർ മോഹൻലാൽ എന്ന് വെച്ചിട്ട് താഴെ അമ്മയുടെ ഫോട്ടോ. അവർ ഇത്ര വർഷം കൊണ്ട് ചെയ്യാത്ത ക്യാരക്ടറുകളൊക്കെ എല്ലാം അമ്മ ചെയ്തു. അല്ല ഈ അമ്മ പറയോ ഇടയ്ക്ക് ഞാൻ ഇട്ടിട്ട് പോവാന്ന് പറഞ്ഞ് നിർത്തി പോകുന്ന അവസ്ഥ ഞങ്ങളിടയ്ക്ക് വഴക്കൊക്കെ ഇടും, ഇതുപോലെയൊക്കെ. നീ എന്നാ വേറെ ആരും കൊണ്ട് ചെയ്യിക്കണമെന്നൊക്കെ പറയും. ഞാൻ പറഞ്ഞില്ലേ, അമ്മ പറഞ്ഞു നീ എന്റെ മോനാ അല്ല എന്റെ അമ്മാവനല്ല, അങ്ങനെ പറഞ്ഞ അമ്മ ഒരു ഇത് അങ്ങനെ പറയും. ഞങ്ങളിടയ്ക്ക് വഴക്കിടും. പിന്നെ ഷൂട്ട് നന്നായിട്ട് ചോറ് തരാതൊക്കെ ഇരിക്കുന്നിട്ടില്ല. ഇല്ല അതില്ല, അങ്ങനെ ഇരുന്നിട്ടില്ല. ചോറ് തരുമെന്നല്ലേ? അങ്ങനത്തെ പ്രശ്നമില്ല. ഇത് ഷൂട്ട് നമ്മൾ കട്ട് കഴിഞ്ഞല്ലേ, ഷൂട്ട് കഴിഞ്ഞ് കയറി നിന്ന് കഴിഞ്ഞാൽ ഞങ്ങളൊന്നും യാതൊരു പ്രശ്നമില്ല. ആ ഷൂട്ട് സമയത്ത് ആ ഏരിയയിലൊന്നും ആർക്കും നിൽക്കാൻ പറ്റില്ല. അടിയാ അല്ലേ? ആൾക്കാർ ആദ്യമൊക്കെ ഒന്ന് നോക്കുമായിരുന്നു എന്തായാലും വഴക്കാണോ എന്ന് വിചാരിച്ചു. ഇപ്പൊ ആൾക്കാർ നോക്കത്തേ ഇല്ല. അല്ല അങ്ങനെ നിർത്തണമെന്നാണ് വഴക്ക് കേട്ടോ, അല്ലാതെ അടുത്ത ദിവസം ഷൂട്ട് മാറ്റി വെച്ച് മിണ്ടാണ്ടിരിക്കരുത്. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചില മാസമൊക്കെ ഉള്ളത് ഒരാഴ്ച വരെ പോവാറുണ്ട്. അല്ല അത് ആക്ച്വലി ശ്രീകാന്ത് പറഞ്ഞ സെയിം റീസൺ ആണ്. നമ്മളിപ്പം ഞങ്ങൾ ഒരുമിച്ചിരുന്നായിരിക്കും എഴുതുന്നത്. അപ്പൊ എഴുതി വരുമ്പോഴത്തേക്കും ചേട്ടൻ ഇങ്ങനെ എന്തെങ്കിലും കൗണ്ടർ പറയുമ്പോ വർക്കാവില്ല, അതെന്താ വർക്കാവില്ല അത് തന്നെ ഇങ്ങനെ കുറച്ചുകൂടെ ഗ്രോ അപ്പ് മാൻ, അന്ന് നീ എഴുത് ഇങ്ങനെ പറഞ്ഞ് അങ്ങ് തുടങ്ങും. എന്നാ അവളോട്ട് എഴുതു അതും ഇല്ല. പക്ഷെ ഞാൻ എന്നെ വൃത്തിയാക്കാറുണ്ട്. ഞാൻ പറയുന്ന കോമഡി ഒന്ന് വൃത്തിയാക്കി എടുക്കും. അപ്പോ അത് ഇങ്ങനെ ചില സമയത്ത് അടിയൊക്കെ രൂക്ഷമായി കഴിയുമ്പോഴത്തേക്കും എന്നാ ശരി വേണ്ട, ഷൂട്ട് ക്യാൻസൽ. ആകെ 2 പേരേ ഉള്ളൂ. ഷൂട്ട് ക്യാൻസൽ, ഷൂട്ട് ചെയ്യണ്ട, തീർന്ന്. എന്നിട്ട് നാളെ പിറ്റേ ദിവസം ഷൂട്ട് ചെയ്യേണ്ടത് അതൊക്കെ മാറ്റി വെക്കും. പിന്നെ ഈ പറഞ്ഞ പോലെയാണ്, സമയം ഉള്ളത് കൊണ്ട് നാളെ എന്നുള്ള ഒരു ദിവസം ഇല്ലെങ്കിൽ മറ്റന്നാളെങ്കിലും ഷൂട്ട് ചെയ്യാം. അങ്ങനെ നിങ്ങൾ ഓരോ ആഴ്ചകളും മിണ്ടാതിരുന്നിട്ടുണ്ടോ? ആഴ്ച 3-4 ദിവസം മിണ്ടാതിരുന്നുണ്ടോ? ഇല്ല, ഒരു ദിവസമൊക്കെ, അതായത് പിറ്റേ ദിവസം എല്ലാം റെഡിയാക്കി വെച്ച അവസാന നിമിഷമൊക്കെ ആയിരിക്കും ചിലപ്പോൾ അടികൂടി ബഹളമൊക്കെ വായി കഴിയുമ്പോൾ പിറ്റേ ദിവസം ഷൂട്ട് ചെയ്യേണ്ടതായിരുന്നു. വേണ്ട, ആരും 2 പേരും എണീക്കില്ല, സൗകര്യം പോലെ കിടക്കുന്ന ഒരു ദിവസം. അപ്പോൾ ഒരു ഉച്ചയൊക്കെ കഴിയുമ്പോൾ പതുക്കെ ഒരു രമ്യതയിലെത്തും. ആ കോമഡി വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ കേട്ടോ എന്നുള്ളത് ഞാൻ പറയുന്നു. അപ്പൊ ദീപ്തി പറയുന്ന അതാ ഞാൻ ആദ്യമേ പറഞ്ഞത്. പിന്നെ ഒരു രമ്യതല്ല, ഒരു അര ദിവസമൊക്കെ, അപ്പോഴേക്കും പിന്നെ ആ ദിവസത്തെ ഷൂട്ട് മാറും, പിറ്റേ ദിവസം. നമ്മൾ മലയാളികൾക്ക് ഇവരൊരു ഹാപ്പി മാരീഡ് കപ്പിളാണ്. അപ്പൊ കുറെ വർഷങ്ങളായി വളരെ വിജയകരമായിട്ട് ജീവിതം ജീവിച്ചു കാണിച്ച ആൾക്കാരാണല്ലോ. അപ്പൊ ശ്രീകാന്ത് കല്യാണം കഴിക്കാൻ പോവാണ്. അപ്പൊ അതുകൊണ്ട് ശ്രീകാന്ത് ഇവരോട് എന്നിട്ട് ഇങ്ങനെ ഏതായാലും ഉപദേശങ്ങളോ അഡ്വൈസുകളോ ഒക്കെ ചോദിച്ചായിരുന്നോ? ചേട്ടാ എങ്ങനെയാണ് ഇങ്ങനെ ഭാര്യ എന്ത് ബഹളം ഉണ്ടാക്കിയാലും സംയമനം ഭരിച്ച് നിൽക്കാൻ സാധിക്കുക, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ എന്നോട് ചോദിക്കല്ലേ? കെട്ടണ്ട. അല്ല എനിക്കറിയത്തില്ല, എന്റെ അടുത്ത് എന്തെങ്കിലും ഉണ്ട് ഇങ്ങോട്ട് ചോദിക്കുന്നത്. അല്ല ശരിക്കും എപ്പോഴെങ്കിലും അങ്ങനെയൊക്കെ ചോദിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? എങ്കിൽ ഞാനിപ്പോ ഒരു അവസരം തരാം. ഇല്ല ഇല്ലേ? കല്യാണം കഴിക്കാനേ പ്ലാൻ ഇല്ലെന്ന് തോന്നുന്നു. അയ്യോ അങ്ങനെ പറയല്ലേ. മൈ ബെറ്റർ ഹാഫ്, മൈ പാർട്ണർ എന്നൊക്കെ പറഞ്ഞ് എൻഗേജ്മെന്റ് കഴിഞ്ഞായിരുന്നല്ലേ? ആ ശരിയാണല്ലോ, അറിഞ്ഞിട്ടില്ല കേട്ടോ. അത് വീഡിയോ ആണെന്ന് വിചാരിച്ചു കേട്ടോ. പുള്ളിക്കാരി ഖത്തറിലാണ് ഉള്ളത്. പുള്ളിക്കാരി ഇനി വന്നിട്ടേ ഉള്ളൂ, അവിടെ വർക്ക് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ ഞങ്ങള് കുറച്ചുകൂടെ ഇപ്പൊ നമുക്ക് ഇത്രയും വയസ്സൊക്കെ ആയല്ലോ, കുറച്ചുകൂടെ മെച്ചുവേർഡ് പ്രണയമായിരുന്നു. പ്രണയം തന്നെയായിരുന്നു. അതെ, അടിപൊളി. ഭാവിയിൽ പുള്ളിക്കാരത്തെയും കാണാൻ പറ്റുമോ നമുക്ക്? മീശയൊക്കെ പിരിച്ച് അഭിനയിപ്പിക്കും. പക്ഷെ പുള്ളിക്കാരി ഞാനും പറഞ്ഞു വരുമ്പോ അഭിനയിക്കണമെന്നൊക്കെ പറഞ്ഞു. പുള്ളിക്കാരിക്ക് നാണമൊക്കെ ഇനി അതൊക്കെ മാറ്റി എടുത്താലേ അരി മേടിക്കാൻ പറ്റത്തുള്ളൂ ഞാൻ പറഞ്ഞു. അല്ല ഇത് എങ്ങനെ ചെയ്യുന്ന കൂട്ടത്തിൽ അല്ല, അത് പുള്ളിക്കാരി ഹോസ്പിറ്റലിലെ HR അവിടെ വർക്ക് ചെയ്യുന്ന. ഹോസ്പിറ്റലിൽ HR ഒക്കെ നിർത്തി വരണ അരി വാങ്ങാനൂടെ അഭിനയിക്കും. അഭിനയിപ്പിക്കണം. പിന്നെ തീർച്ചയായും അവിടെ പിന്നെ അങ്ങനെ ഒരു വലിയ നമ്മളൊരു ജോലി പോലെ അല്ലല്ലോ, സുമാര് രസമായിട്ട് അങ്ങനെ പോകുന്നേ ഉള്ളൂ. ഏതായാലും ജസ്റ്റ് ഫോർ ഹൊറർ ആയതുകൊണ്ട് ദീപ്തി വിധു പ്രതാപ് യഥാർത്ഥ ജീവിതത്തിൽ ഏറ്റവും അധികം ഹൊറർ ആകുന്നത് ഏത് സാഹചര്യത്തിലാണ്? ഏറ്റവും കൂടുതൽ ഹൊറർ ആകുന്നത് ദേഷ്യപ്പെടുന്നത്. ഞാനൊരു അവസരം കൊടുക്കാറില്ല. തങ്കുവാ ഞാൻ. ഓ കഴിഞ്ഞ ചോദ്യം അത് അളഞ്ഞു. അടുത്ത ചോദ്യം ഞാൻ തിരിച്ചു ചോദിക്കാം. യഥാർത്ഥ ജീവിതത്തിൽ വിധുചേട്ടന് ഭയങ്കര ഹൊറർ ആവുന്ന എപ്പോഴാണ്? ഞാൻ ഹൊറർ ആവുന്നത് അവള് ഹൊറർ ആവുമ്പോ. അപ്പൊ എപ്പോഴും ഒന്ന് പറയാലോ. ദീപ്തി എനിക്ക് തോന്നുന്നു കൂടുതലും ഹൊറർ ആവുന്നത് മൂപ്പര് ഭയങ്കര എല്ലാം ഇങ്ങനെ
ഡിസിപ്ലിൻഡ് ആണ്. ഡിസിപ്ലിൻഡ് ആണ്. അതായത് ഇങ്ങനെ വേറെ ഏതെങ്കിലും വാക്ക് ഉപയോഗിക്കണ മുമ്പ് പറഞ്ഞു. ഇപ്പൊ ഷൂട്ടിന്റെ സമയത്താണെങ്കിലും ആ കൃത്യമായിട്ടുള്ള കാര്യ കണക്കും എല്ലാം നമ്മളിങ്ങനെ വരച്ചു വെക്കുമല്ലോ. അപ്പൊ അതുവഴി കുറച്ച് പ്ലാൻഡ് ആയിട്ടാ എപ്പോഴും പോകുന്നത്. അപ്പൊ അത് പ്ലാൻ ചെയ്യുന്നത് ഇപ്പൊ നമ്മുടെ വിനോദയാത്രയിലെ മുകേഷേട്ടൻ പറഞ്ഞോണ്ട് ഇത്ര മണിക്ക് അവിടെ എത്തണമെങ്കിൽ ഇത്ര മണിക്ക് എണീക്കണം, ഇത്ര മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഞാൻ അങ്ങനെ തന്നെയാണ് പ്ലാൻ ചെയ്യാറ്. അപ്പോ ഈ ഇത്ര മണിക്ക് ഷൂട്ട് തുടങ്ങണമെങ്കിൽ അതിനൊരു അരമണിക്കൂർ മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നാ പോരാ. അപ്പൊ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ വരുമ്പോ അപ്പൊ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുമ്പോ ഉണ്ട് ഞാനും അമ്മയും കൂടെ അമ്മ ഭയങ്കര ലേറ്റാ. ഓ ശരി, സാധാരണ സ്ത്രീകൾ ഭയങ്കര നേരത്തെ. ഞാൻ 7:30 എന്ന് പറഞ്ഞു കഴിയുമ്പോ അമ്മ 7:20 സാരി എടുക്കത്തുള്ളൂ. അത് പറഞ്ഞ് ഞാൻ അമ്മ വഴക്കാം. അങ്ങനെ ഞാൻ ഹൊറാവുന്നത് ഈ നമ്മള് ബാക്കിയ സമയത്തൊക്കെ ഓക്കെ, ഈ പ്രൊഫഷണലി കുറച്ച് പ്രൊഫഷണലിസം ഇല്ലായ്മയിൽ എനിക്ക് ഭയങ്കര ദേഷ്യം വരും. അതെ, വീട്ടിലെ പണിയും കൂടെ അമ്മയ്ക്ക് തീർക്കാനുണ്ട്. നമുക്ക് എന്തും ചെയ്യാം. പുറത്തേക്ക് നമ്മൾ വർക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് ഇപ്പൊ 7:30 വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 7:15 അവിടെ എത്തണം. ശരിയാ ശരി, എല്ലായിടത്തും കറക്റ്റായിട്ട് പോയി. അത് ശരിയാണ്. അല്ല, ഞാൻ അങ്ങനെ പ്രൊഫഷണലിസം സമയം കീപ്പ് ചെയ്യാത്ത അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ചില സംഭവങ്ങളിൽ ഞാനിങ്ങനെ വിചാരിക്കും ഇപ്പൊ ഇങ്ങനെ ചെയ്താൽ പോരെ. അല്ല, അതങ്ങനെ തന്നെ അവിടെ എത്തണം എന്ന് പറയുമ്പോഴാണ് ചെറിയൊരു അല്ല, അതായത് ഇപ്പൊ രാവിലെ 10 മണിക്ക് ഒരു ഷൂട്ട് ഉണ്ടെങ്കിൽ എത്ര മണി തൊട്ട് ഇവിടെ തുടങ്ങും? ദീപ്തി റെഡിയായി വീട്ടിലെ കാര്യങ്ങളെല്ലാം വരുമ്പോ അവിടെ ഒരു 8:30 ഒക്കെ 8 മണിയൊക്കെ റെഡിയായി തുടങ്ങണമല്ലോ. തുടങ്ങി ഒരു 10 മണിക്ക് ബാക്കിലോട്ട് ചിന്തിച്ച് ഞാനൊരു 9:59 എണീറ്റ് എവിടെ പോകണ്ടത്. 8:30 സാറ് കണ്ണു തുറക്കുന്നത്. ഞാൻ 6:30 പണി തുടങ്ങിയിട്ടുണ്ടാവും. കണ്ണു തുറക്കുമ്പോ ദീപ്തി റെഡി. അത് വെച്ചിട്ടായി പറയണേ. അല്ലാത്ത അങ്ങനത്തെ സംഭവം മെയിൻലി സമയത്തിന്റെ മാത്രമല്ല, സമയം നമ്മൾ രണ്ടുപേരും മാക്സിമം കീപ്പ് ചെയ്യാൻ നോക്കാറുണ്ട്. പിന്നെ ചില കാര്യങ്ങൾ, അതായത് ഇപ്പൊ ഈ ഷൂട്ട് ചെയ്ത് വരുമ്പോ തന്നെ നമ്മൾ ചിലത് പറയുമല്ലോ, ഇപ്പൊ ഇങ്ങനെ ചെയ്താലും നമുക്കല്ല, ഇങ്ങനെ പറഞ്ഞാലും അത് കണക്ട് ആവില്ല. ഇത് ഇങ്ങനെ തന്നെ പറഞ്ഞിവിടെ പോണം, അപ്പോഴേ ആ കണക്ഷനാണ് വേണ്ടതെന്ന് പറയുമ്പോ ചെറിയൊരു എനിക്കും സമ്മതിച്ചു കൊടുക്കാൻ അങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞു. പിന്നെ സമാധാനമാണല്ലോ നമ്മളെല്ലാരും ആഗ്രഹിക്കും. സന്തുഷ്ടമായ കുടുംബജീവിതം. അനുസരണശീലം. മാരീഡല്ലോ. മാരീഡ് അല്ലല്ലോ, 5.5 മാസം ഗർഭിണി. അത് ഗ്യാസ് അല്ല. അയ്യോ, എനിക്കറിയത്തില്ല, സോറി. മാരീഡ് അല്ല, പക്ഷെ ഇത് വിവാദമാക്കും കേട്ടോ, ഇത് നിങ്ങൾ വിവാദമാക്കും. പ്രിയപ്പെട്ട മനുഷ്യരെ, ഞാൻ അറിയാതെ ചോദിച്ചതാണ്. എന്നെ ഏറി കയറ്റരുത്, എന്നെ അറിയാത്തോണ്ട് ചോദിച്ചതാണ്. എന്നെ പട്ടമാക്കരുത് അല്ലേ? കുറച്ചാളായതേ ഉള്ളൂ ഇവിടെ തിരിച്ചിറങ്ങിയിട്ട് സത്യം അതിന്റെ ഒരു പേടിയുണ്ടല്ലോ. എനിക്കറിയില്ല ചേട്ടാ ശരിക്കും എന്ത് എറിയുന്നിറങ്ങി അതൊന്നും ഒരു വിഷയമുള്ള കാര്യമില്ല. പക്ഷെ എല്ലാവർക്കും അറിയാം ഞാൻ മാരീഡ് ആണെങ്കിലും അല്ലെങ്കിലും 5.5 മാസം ഗർഭിണിയാണ്. എല്ലാ ഇന്റർവ്യൂവിലും ഞാൻ വന്നിരുന്നു പറയുന്നുണ്ട്. അയ്യോ, അത് ഉഗ്രസാനായിരുന്നു.